കുറേ ദിവസങ്ങൾ ഞാനും കുറച്ചൊക്കെ ഇങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ, ഒന്നും ചെയ്യാനൊരു ഉഷാറില്ലാത്ത പോലെ. അപ്പോൾ ചിലരൊക്കെ എന്നോട് ഇങ്ങനെ പറയും, നമ്മൾ പെണ്ണ് വിചാരിച്ചാലൊന്നും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, പെണ്ണ് വിചാരിച്ചാലൊന്നും ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, രക്ഷപ്പെടാൻ പറ്റില്ല ലൈഫിൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം കേട്ടോ. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയൊക്കെ ജീവിച്ചാലും അതിലൊക്കെ നമ്മളെ കുറ്റങ്ങളും കുറവുകളും കാണിക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈയിടെയായിട്ട് എനിക്ക് വന്ന കുറച്ച് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. ഹലോ ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. ഗ്ലോ വിത്ത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ലൊരു ഡൈൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ഡൈൻ മൈ ലൈഫ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ ഒന്നും നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിക്കാൻ പോകുമ്പോൾ നിച്ചുമോനോട് എണീക്കാൻ പറഞ്ഞാൽ ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടും അവൻ ഇതുവരെ എണീറ്റിട്ടില്ല. കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് നല്ല മഴയാണെങ്കിൽ രാത്രി ഫുള്ള് മഴയാണ്, രാവിലെയും മഴയാണ് കേട്ടോ. കുറേ ദിവസങ്ങളായിട്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മളെ കാലാവസ്ഥക്കൊക്കെ ഒന്ന് ചേഞ്ച് വന്നു, നല്ല മഴയാണ്. അപ്പോൾ നല്ല തണുപ്പായിരുന്നു രാവിലെ എണീറ്റപ്പോൾ. അപ്പോൾ നമ്മൾ ഹീറ്ററൊക്കെ ഇട്ടിട്ടാണ് കുളിച്ചത്. അപ്പോൾ ഞാൻ ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്ന കാരണം തന്നെ എനിക്ക് മേലും കൈയും വേദനയൊക്കെ ഉള്ള കാരണം ഞാൻ ചിലപ്പോഴൊക്കെ ചൂടുവെള്ളത്തിലാണ് കുളിക്കുക. പക്ഷേ ചൂടുവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല തണുപ്പാട്ടോ. തണുപ്പ് കാലത്ത് ഇതുവരെ പിന്നെ നല്ല ചൂടായിരുന്നല്ലോ, ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ താനിച്ച് മോനെ എണീപ്പിച്ചിട്ടുണ്ട്. ഫോണുണ്ട്, ഫോണിൽ കുറച്ച് നേരം കളിച്ചു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എണീക്കുമല്ലേ. പിന്നെ ഭയങ്കര മടി എണീക്കാനൊക്കെ. അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതാണ്. നമ്മൾ കുറച്ച് കുളി കഴിഞ്ഞാൽ എനിക്കൊന്ന് പുറത്തോട്ടൊന്ന് പോകണം കേട്ടോ. പുറത്തത്തെ വെറുതെ ഒന്നുമല്ല, ജസ്റ്റ് പ്രത്യേകിച്ച് ഒന്നും അവിടെ കാണാനുണ്ടാവില്ല. എന്നാലും എല്ലാം പഴയ സ്ഥിതിയിൽ തന്നെയല്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ടൊന്ന് തിരിച്ചു വരിക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഫ്രണ്ടിൽ കുറേ റബ്ബർ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ വിചാരിച്ച പോലെ ഒരു ഫലമില്ലാത്ത കാരണം വേറെ വെക്കാനായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. ഇതിനിടയിൽ നമ്മൾ ചായയും ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് മുട്ടക്കറിയും ചപ്പാത്തി ഉണ്ടാക്കണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ ഫ്രിഡ്ജ് തുറന്നോക്കിയപ്പോൾ ഒറ്റ മുട്ട പോലും ഇല്ല കേട്ടോ. പിന്നെ ഉള്ളി വെച്ച് മാത്രം ഒരു കറി ഉണ്ടാക്കി. ഇനിയിപ്പോൾ നമ്മളിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നൊക്കെ വയ്ക്കുമ്പോഴത്തേന് ഒരുപാട് ടൈം ആവുമല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ. അങ്ങനെ ഇതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചായയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നിച്ചുമോൻ ഇതാ അവൻ്റെ ഫോൺ വീണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫോൺ മാറ്റി വെച്ചതായിരുന്നു, രാത്രി കിടക്കുമ്പോൾ കുറേ സമയം കളിക്കും. അപ്പോൾ നമ്മൾ ഒളിപ്പിച്ച് വെക്കണതാണ്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ചതാ വന്നിട്ടിരുന്ന് കളിക്കണു. അപ്പോൾ ഇനി നമ്മൾ സ്ത്രീകളെ സാമ്രാജ്യ അടുക്കളയിലിട്ടൊന്ന് പോകട്ടെ. എനിക്ക് എൻ്റെ സാമ്രാജ്യം എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ എല്ലാ ദിവസവും ഒന്നും കുക്കിംഗ് ഒന്നുമില്ല. കാരണം എനിക്ക് ടൈമുള്ള സമയങ്ങളിൽ മാത്രം കേട്ടോ ഞാൻ കുക്കിംഗ് ഒക്കെ ഉണ്ടാവാറുള്ളൂ. അല്ലെങ്കിൽ തന്നെ പുറത്തുനിന്ന് കഴിക്കും, അതല്ലെങ്കിൽ വാങ്ങിച്ച് കഴിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്തായാലും ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് സവാളയൊക്കെ എടുത്ത് നമുക്കൊന്ന് കട്ട് ചെയ്യാവേ. അപ്പോൾ ഇവിടെ നമ്മൾ റൈസിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളക്കുമ്പോൾ അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ പൊതുവേ ബിരിയാണി അരിയാണ് കേട്ടോ യൂസ് ആക്കുന്നത്. അല്ലാതെ ചിലവരൊക്കെ ബസുമതി റൈസ് അങ്ങനെയൊക്കെ ഉള്ളത്. എനിക്ക് അങ്ങനെ ബിരിയാണിക്ക് ആ ഒരു ബസുമതി റൈസ് അത്ര വല്ലാതെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ ജീരകശാല അരി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കേട്ടോ യൂസ് ആക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഈ സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യമൊക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് കൂടുതൽ 1 മാസം 1.5 മാസത്തിനുള്ളൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ കിച്ചണിൽ തന്നെ ജോലി ചെയ്യാനുള്ള സമയവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വാങ്ങിക്കാമല്ലോ. മേടിക്കുകയാണെങ്കിൽ തന്നെ 5 കിലോ നമ്മൾ സാധാ ചോറിൻ്റെ അരി, അതുപോലെ തന്നെ 5 കിലോ ബിരിയാണി അരി, അങ്ങനെയൊക്കെ കുറച്ച് വാങ്ങിക്കാറുള്ളൂ കേട്ടോ. അത്യാവശ്യം വേണ്ട നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ആക്കണമൊക്കെ കുറച്ചൊക്കെ വാങ്ങിക്കും, മറ്റുള്ളവർക്ക് കുറച്ചേ വാങ്ങിക്കാറുള്ളൂ. ഈ കുറേ ഇരുന്നൊക്കെ ഇങ്ങനെ കേടായി പോകുമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഒക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും 3 ക്ലാസ്സൊക്കെ തുടങ്ങണേനാവുമ്പോൾ എന്തായാലും ഒന്നിച്ച് വാങ്ങിക്കാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ ചിക്കൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എടുത്തിട്ട് നമുക്ക് ഒന്ന് തണുപ്പിക്കാൻ വെക്കാം, അല്ലെങ്കിൽ അത് ഐസായിരിക്കും. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിച്ചിരുന്നു വീഡിയോ നിർത്തിയോ, എന്താ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവരോടാണ് കേട്ടോ, വീഡിയോ നിർത്തിയിട്ടല്ല, നമുക്ക് എപ്പോഴും ഒരേപോലെ സന്തോഷമായിട്ടിരിക്കാൻ തോന്നില്ലല്ലോ. നമ്മളൊക്കെ ലൈഫിൽ സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കും. എന്നാലും നമ്മളതൊന്നും കാണാതെ നമ്മൾ ടെൻഷൻ അടിക്കാൻ ചെറിയൊരു കാരണങ്ങളുണ്ടോ, ആ ഒരു കുഞ്ഞു കാരണത്തിൻ്റെ പിറകെ അങ്ങനെ പോകട്ടോ. എന്നിട്ട് ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ചെറിയൊരു മാനസികാവസ്ഥയിൽ കുറച്ച് ദിവസം ഞാനും അകപ്പെട്ടു പോയി. നമുക്കിവിടെ സാധാ കിണറുണ്ട്, അതിൽ വെള്ളം കിട്ടും. എന്നാലും നമ്മൾ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ബോട്ടിൽ വെള്ളം കേട്ടോ വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു വെള്ളം മറ്റേ സാധാ വെള്ളം കുടിക്കുമ്പോൾ എന്തോ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും പറ്റാത്ത പോലെ, കൂടുതലും യാത്രയിലൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള വെള്ളങ്ങൾ കുടിച്ച് പരിചയമായത് കാരണമായിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ വെള്ളം കേട്ടോ നമ്മൾ കുടിക്കാൻ വേണ്ടി മാത്രം ഇവിടെ യൂസ് ചെയ്യണത്. വെക്കാനും മറ്റുള്ള ആവശ്യങ്ങളൊക്കെ നമ്മൾ കിണറ്റത്തെ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യണത്. കുറേ ദിവസങ്ങൾ ഞാനും കുറച്ചൊക്കെ ഇങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ, ഒന്നും ചെയ്യാനൊരു ഉഷാറില്ലാത്ത പോലെ കേട്ടോ. കാരണം നമ്മളൊരു ലൈഫിൽ, എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷിക്കാൻ ഒരുപാട് വകുപ്പുകളുണ്ട്. പക്ഷെ അതൊന്നും കാണാതെ നമ്മളില്ല കുഞ്ഞു കുറവുകളൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് അങ്ങനെ കുറേ ദിവസങ്ങൾ തള്ളി നീക്കിട്ടോ. അല്ലെങ്കിൽ തന്നെ ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് കഷ്ടപ്പെടുമ്പോൾ ഒരുപാട് പേര് എന്നോട് പറയും കേട്ടോ, കാരണം എന്തിനാ ഇപ്പം ഇങ്ങനെ കാശുണ്ടാക്കുന്നത്, കാശാണോ വലുത്, എല്ലാവരും പറയും കേട്ടോ. പണം എന്തിനാ, പണമാണോ വലുത്, അത് വെറും കടലാസും കഷ്ണം മാത്രമല്ലേ എന്നാണ് ചോദിക്കട്ടോ. ആ കടലാസ് കഷ്ണം മാത്രമാണ് ശരിയാണ്. പക്ഷെ ആ ഒരു കടലാസ് കഷ്ണം നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പലയിടത്തും അപമാനിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മൾ പലയിടത്തും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ കടലാസ് കഷ്ണം കൊണ്ട് യാതൊരു ഉപയോഗമില്ല എന്ന് വെച്ച് ഞാനിതുവരെ ഈ ഒരു കടലാസ് കഷ്ണം ആ ഒരു വേസ്റ്റ് ബോക്സിൽ പോലും ഉപേക്ഷിച്ച് ഞാൻ കണ്ടിട്ടില്ല.
നമ്മൾ ചിലരെങ്കിലുമൊക്കെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ ആടിത്തിമിർക്കാൻ പറ്റാത്ത വേഷങ്ങളിൽ ഒന്നാണല്ലോ ജീവിതം അല്ലേ. അപ്പോൾ ചിലരൊക്കെ എന്നോട് ഇങ്ങനെ പറയും, നമ്മൾ പെണ്ണ് വിചാരിച്ചാലൊന്നും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, പെണ്ണ് വിചാരിച്ചാലൊന്നും ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, രക്ഷപ്പെടാൻ പറ്റില്ല ലൈഫിൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം കേട്ടോ. കാരണം ഒരിക്കലും ഒരു പെണ്ണും നമ്മളെ കുടുംബത്തിൻ്റെ എല്ലാ ബാധ്യതകളും ഏറ്റെടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരാളും ആഗ്രഹിക്കില്ല. കാരണം എല്ലാവരും ആഗ്രഹിക്കുക നമുക്ക് കുറച്ച് എൻജോയ് വേണം, നമുക്ക് കുറച്ച് റെസ്റ്റ് വേണം, നമുക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ, അങ്ങനെ ഏതൊരു പെണ്ണും എല്ലാവരും ആഗ്രഹിക്കുക. പക്ഷെ നമ്മളെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അതൊക്കെ ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു അവസ്ഥ നമുക്ക് വരികയാണ്. പക്ഷെ പലരും എന്നോട് പറയും, പെണ്ണ് എന്ത് ചിന്തിച്ചാലും നടക്കില്ല, പെണ്ണിന് കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇപ്പോഴും തളർത്താറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ റൈസ് വേവിക്കാനുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ഏലക്കായ, പട്ട, കറാമ്പു, അതുപോലെ തന്നെ കുറച്ച് വലിയുള്ളി സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ റൈസ് തമ്മിൽ ഒട്ടി പോകാണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കായിട്ട് നമ്മൾ വെള്ളം തിളച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം നമ്മളിങ്ങനെ ചോൻ്റെ കൂടെ പുറത്ത് പോയിരുന്ന് സംസാരിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഹാളിൽ വന്നിരിക്കുകയാണേ. ഒരു ചെറുനാരങ്ങയും കൂടി നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി റൈസ് ഒട്ടി പോകാണ്ടിരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ചെറുനാരങ്ങയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, ഞാൻ ഓൾറെഡി മുന്നേ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞത് മുൾത്താണിമിട്ടിയും അതുപോലെ തന്നെ നമ്മൾ തൈരും അതുപോലെ തന്നെ ചെറുനാരങ്ങ ജ്യൂസും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല കളർ വരാനും നമ്മൾ വെയിലൊക്കെ കൊണ്ടിട്ടുള്ളതൊക്കെ നമ്മൾ ആ ടാനൊക്കെ മാറി നല്ല അടിപൊളിയായി നല്ല സോഫ്റ്റായി നല്ല കുറച്ചുകൂടി ബ്രൈറ്റ്നെസ്സൊക്കെ ആവാൻ നല്ലതാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ദിവസം നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്നൊക്കെ കേട്ടോ. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാനും അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോൾ ചെറുനാരങ്ങ ഉണ്ടായിരുന്നു, നല്ല കല്ല് പോലത്തെ ചെറുനാരങ്ങ കേട്ടോ. അപ്പോൾ അതിലൊന്നും എടുത്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ എത്ര ആയാലും മുറിയണില്ല. അപ്പോൾ നല്ല ശക്തിയായിട്ട് മുറിച്ച് നോക്കി, അപ്പോഴും മുറിയില്ല. അപ്പോൾ ഒന്നുകൂടി ശക്തിയായിട്ട് മുറിച്ചു, കല്ല് പോലെ ഇങ്ങനെ തെന്നി പോവുക, അപ്പോഴും മുറിയില്ല. അപ്പോൾ ഞാൻ കത്തി മാറ്റിയിട്ട് കുറച്ചുകൂടി മൂർച്ചുള്ളൊരു കത്തി എടുത്തിട്ട് നന്നായിട്ട് അമർത്തി ഇങ്ങോട്ട് മുറിച്ചു കിട്ടും. ആ മുറിക്കലിൻ്റെ വിരലിൻ്റെ ഒരു ഭാഗം കൂടിയാണ് മുറിഞ്ഞു പോയി. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി TT അടിച്ചു, 3 ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ചു, പിന്നെ ലോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുറച്ച് പേരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നല്ലോ ചെറുനാരങ്ങ കട്ട് ചെയ്തത്, ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവരോടാണ് കേട്ടോ. കാരണം നമ്മളെ ഉള്ളിലേക്ക് കഴിക്കുന്ന പോലെ തന്നെ നമ്മളെ സ്കിന്നിനും നമ്മൾ കെയർ ചെയ്യണത് നല്ലതല്ലേ. നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് നന്നായിട്ട് ജീവിക്കാമല്ലോ. എന്നെ സംബന്ധിച്ച് ഞാൻ ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ നന്നായിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഒന്നും ഞാൻ പാർലറിൽ പോയിട്ട് അധികമൊന്നും ചെയ്യാറില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ നമുക്കറിയണ പൊടിക്കൈകളൊക്കെ വെച്ചിട്ട് ഇന്നിപ്പോൾ നമുക്ക് വിപണിയിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുമല്ലോ, എനിക്കെല്ലാം ചെയ്യാനും അറിയാം. അപ്പോൾ അങ്ങനെ കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് തൈരും കൂടി ഉണ്ടാക്കി വെക്കുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് ഈ ചോറൊക്കെ ആകുമ്പോൾ നമുക്ക് തൈര് ഉണ്ടാക്കാം, പിന്നെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തൈരൊക്കെ ഉണ്ടാക്കി നമ്മളൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. ഈ ഒരു ചെറുനാരങ്ങയുടെ കാര്യം ഞാനിവിടെ പറയാൻ കാരണം എല്ലാവരും ഇപ്പോൾ നമ്മൾ ചെറുനാരങ്ങയൊക്കെ യൂസ് ആക്കണവരാണല്ലോ, ഫ്രിഡ്ജിലൊക്കെ പലരും വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കല്ലായി പോകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് കേട്ടോ. കാരണം എൻ്റെ പേരിൽ എന്തായാലും കേടൊന്നും ഇനിയിപ്പോൾ ആരും ശ്രദ്ധയില്ലാതെ അങ്ങനെ ചെയ്യണ്ടല്ലോ എന്ന് വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ ചാനലിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരാറുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ അതിനോടൊന്നും പ്രതികരിക്കാറില്ല. ആദ്യമൊക്കെ നമുക്കിങ്ങനെ കാണുമ്പോൾ ചെറിയ ടെൻഷനൊക്കെ തോന്നിയിട്ട് നമ്മളിങ്ങനെ പ്രതികരിക്കും. ഇപ്പം അങ്ങനെ ഈടായിട്ട് അങ്ങനെ അത്ര വലിയ കാര്യമായിട്ടൊന്നും അതിനോട് പ്രതികരിക്കാൻ നിൽക്കാറില്ല. കാരണം ലൈഫിൽ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ലല്ലോ. എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റത്തില്ലല്ലോ. ഒരുപാട് പേര് നമ്മളെ വേദനിപ്പിച്ചിട്ടും നമ്മളെ പരിഹസിച്ചിട്ടും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവം നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് മറവി. ഇന്നലെ വരെ നമ്മളെ വേദനിപ്പിച്ചവരോട് ഇന്നും നമുക്ക് സ്നേഹത്തോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റണം. ഈ മറവി എന്നുള്ളൊരു സംഭവമുള്ള കാരണമാണല്ലോ. നമുക്ക് ഈ ഒരു മറവില്ലാന്ന് നമുക്ക് എന്തോരം വൈരാഗ്യമായിരിക്കും അവരോടൊക്കെ അല്ലേ. അപ്പോൾ മറവി വലിയൊരു അനുഗ്രഹം തന്നെയാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഏറ്റവും മനോഹരമായി തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, മാറ്റങ്ങളൊന്നുമില്ലാതെ കുറച്ച് പേരെങ്കിലും നമുക്കൊപ്പം ഇപ്പോഴും പഴയതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. മരണം കൊണ്ടുപോകാത്തതായിട്ട് നമ്മളൊക്കെ ലൈഫിലാകെ ഒന്നേ ഉള്ളൂ അല്ലേ, നമ്മൾ മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും സന്തോഷവും പുഞ്ചിരിയും ഒക്കെ അല്ലേ. അങ്ങനെ നമ്മളെ തൈരൊക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് കൊണ്ടുപോയേക്കാം. അതിനിടയിൽ നമ്മൾ റൈസ് ഹാഫ് വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് മസാലക്കൂട്ടുകൂടി ഉണ്ടാക്കണം. നമുക്കെപ്പോഴും ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മസാലക്കൂട്ടിന് ആവശ്യമുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഷോപ്പിലുള്ള നൈറ്റി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കഫ്താൻ നൈറ്റിയാണ്. ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിക്കാറുണ്ട് ഹാഫ് സ്ലീവ് വരുമ്പോൾ എത്രത്തോളം വരിക ചോദിക്കാറുണ്ട്. ഹാഫ് സ്ലീവ് ഇത്രയാണ് കേട്ടോ വരുന്നത്. ഇതിനെല്ലാം ഫുൾ സ്ലീവ് നമ്മൾ ഓൾറെഡി ചെയ്തായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ, നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല കളേഴ്സിലും കേട്ടോ അത് വന്നിട്ടുള്ളത്. നമ്മളെ ഡ്രസ്സിൻ്റെ വീഡിയോയിൽ നിങ്ങൾ ഇതിനെപ്പറ്റി കുറേ കേട്ട് മടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിനെക്കുറിച്ച് ഒരുപാട് പറയാണ്ടിരുന്നത്. പക്ഷേ ഒരുപാട് കൂട്ടുകാർ ചോദിക്കാറുണ്ട് കഫ്താൻ നൈറ്റിയിൽ ഹാഫ് സ്ലീവ് എത്രത്തോളം വരാറുണ്ട് കേട്ടോ. ഇത്രയാണ് കേട്ടോ വരുന്നത്. ഹാഫ് സ്ലീവ് ആയിട്ട് വരുമ്പോൾ ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ മസാല കൂട്ടൊന്ന് റെഡിയാക്കാം.
നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയൊക്കെ ജീവിച്ചാലും അതിലൊക്കെ നമ്മളെ കുറ്റങ്ങളും കുറവുകളും കാണിക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈയിടെയായിട്ട് എനിക്ക് വന്ന കുറച്ച് അനുഭവങ്ങൾ ഞാൻ പറയാവേ. അപ്പോൾ നമ്മൾ ഒരുപാട് കാശ് ചിലവാക്കി ഒരുപാട് ഡ്രസ്സ് എടുക്കുന്നുണ്ട്, ഭയങ്കര ആഡംബരങ്ങളാണ്, ആഡംബര ജീവിതമാണ് നയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇത്രയും കാശാവില്ലേ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ, ഇത് ചെയ്താൽ അത്ര കാശാവില്ല, അത് ചെയ്താൽ അത്ര കാശാവില്ല, എന്തൊക്കെയാണെന്ന് ഞാൻ പറയണില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, നമ്മൾ കാശ് നമ്മളെ ആവശ്യങ്ങൾക്ക് ചിലവഴിക്കാൻ തന്നെയല്ലേ ഉണ്ടാക്കണതല്ല, അത് ഫുള്ളായിട്ട് നമ്മൾ ബാങ്കിലിടാനൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്, കുറച്ചൊക്കെ നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണ്ടേ. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരിക്കലും മറ്റൊരാൾ ലൈഫിലേക്ക് എത്തി നോക്കിയിട്ട് അവരുടെ ഡ്രസ്സിൻ്റെ റേറ്റ് എത്രയാണ്, അവരെത്ര സൗകര്യങ്ങളാണ് ജീവിക്കുന്നത്, അവരെന്തോരം ഫുഡാണ് കഴിക്കണേ, അല്ലെങ്കിൽ എന്താ ചെയ്യണത്, എത്രത്തോളം ധാരാളിത്താണെന്ന് നോക്കാൻ ഞാനൊരിക്കലും പോവാറില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം അവരധ്വാനിക്കണ കാശ് അത് അവരെ ഇഷ്ടം പോലെ ചിലവഴിക്കാനുള്ളത്, അതുപോലെ തന്നെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് എൻ്റെ ഇഷ്ടം പോലെ ചിലവഴിക്കാനുള്ളതാണ്. ഇത് ഞാൻ ഇതിൽ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, എനിക്ക് അവരോട് നേരിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെ പറയുമ്പോൾ അവരോടും കേൾക്കുമല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് പേരെങ്കിലൊക്കെ വിചാരിക്കും ഭയങ്കര ധാരാളിത്താണെന്ന് വിചാരിക്കും കേട്ടോ. അങ്ങനെ ഒന്നും അല്ല കേട്ടോ. അവർക്ക് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ വളരെ ചിലവ് കൂടുതലാണെന്നൊരു തോന്നൽ. കാരണം ഞാൻ ഡ്രസ്സിൻ്റെ വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നല്ല ഡ്രസ്സ് ഇട്ടാലേ എൻ്റെ വീഡിയോസ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. പിന്നെ ഓൾറെഡി എനിക്കെപ്പോഴും ഡ്രസ്സുകളോട് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ഒരു ഇഷ്ടമാണ്. ആ ഇഷ്ടങ്ങൾക്കൊക്കെ വേണ്ടിയല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചില സമയങ്ങളൊക്കെ നമ്മൾ 12 മണി 12:30 മണിയൊക്കെ ആകും രാത്രി വീട്ടിലെത്തുമ്പോൾ. പിന്നെ നല്ല സീസണും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 3 മണി 4 മണിക്കൊക്കെ വീഡിയോസ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ ഉറക്കവും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടോ നമ്മൾ നന്നായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാണ്, ഒരാളെ പറ്റിച്ചോ ചതിച്ചോ ഒന്നും ഉണ്ടാക്കുന്ന കാശല്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ്സൊക്കെ നമുക്ക് തുച്ഛമായ ലാഭമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരുപാട് ചെയ്യുമ്പോഴാണ് നമുക്കതൊന്ന് ജീവിക്കാനുള്ളൊരു വരുമാനം തന്നെ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്യണത് വലിയൊരു ലാഭമുള്ളൊരു ബിസിനസ്സൊന്നും അല്ലല്ലോ. ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആലോചിച്ചുള്ള സമയം ടെൻഷൻ അടിച്ചും ഭ്രാന്തായി ഒന്നും കഴിയാതെ നിങ്ങളതായ ഫാമിലിയിൽ നിങ്ങളായ ഇഷ്ടങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളതായ ബുദ്ധി പ്രവർത്തിച്ച് ജീവിക്കാൻ ശ്രമിക്കുമെന്ന് കേട്ടോ എനിക്ക് പറയാനുള്ളത്. നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മളെ ബുദ്ധിയാണ് കേട്ടോ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ബുദ്ധിയാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ ആയുധം എന്താണെന്ന് വെച്ചാൽ ക്ഷമയാണ് കേട്ടോ. നമ്മൾ എന്ത് കണ്ടാലും നമ്മൾ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ള നമ്മളെ ഏറ്റവും വലിയ ആയുധം. അതുപോലെ തന്നെ ഏറ്റവും വലിയ കെയറിങ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആത്മവിശ്വാസമാണ്. നമുക്കത് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് അത് കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം. ആ ഒരു വിശ്വാസമൊക്കെ നേടിയെടുത്ത് മറ്റുള്ളവർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ ഇടപെടാതെ ജീവിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മസാലക്കൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വലിയ പീസാക്കിയിട്ട് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ച് വെച്ചാൽ നമ്മളിങ്ങനെ കുറേ ബോക്സിലാക്കി ഇങ്ങനെ വെക്കും കേട്ടോ. കറി വെക്കാനും ബിരിയാണി വെക്കാനും ഫ്രൈ ചെയ്യാനും അങ്ങനെയൊക്കെ ഇങ്ങനെ മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇർഫാത്തിൻ്റെ മസാലപ്പൊടിയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ഇതിൻ്റെ ഒരു സോപ്പും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. നല്ല നമ്മളെ ഫേസിലൊക്കെ നല്ലൊരു കളർ വരാനും നല്ല സോഫ്റ്റ് ആകാനും ഒക്കെ നന്നായിരിക്കും കേട്ടോ. നമ്മളെ സ്കിന്നൊന്നും ഡ്രൈ ആവാതെ നോക്കിയിരുന്നു. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മസാലക്കൂട്ടുകൂടി നമ്മളിതിലോട്ട് യൂസ് ആക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ ബിരിയാണി മസാലയൊക്കെ കുറേ പൊടിച്ചിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് 1/2 ബോട്ടിലാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ കിച്ചണിൽ വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ കറണ്ടും ഇല്ല കേട്ടോ. മിക്സിയിൽ പൊടിക്കാൻ നോക്കുമ്പോൾ കറണ്ടും ഇല്ല. അപ്പോൾ നമ്മളിതാ ഈ ഒരു കല്ല് ഉപയോഗിച്ചിട്ട് ഇതിലിട്ടിട്ട് അടക്ക, അതുപോലെ ഏലക്ക, കറാമ്പൂ, പട്ട ഒക്കെ നമ്മൾ ഇതിലിട്ടിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു കല്ല് എൻ്റെ ഉമ്മ യൂസ് ആക്കിയിരുന്ന കല്ലാണ്, കുറേ വർഷങ്ങൾക്ക് മുന്നേ കേട്ടോ. അപ്പോൾ അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുറേ മുന്നേ കേട്ടോ, എപ്പോഴൊന്നും അല്ല, കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അവിടുന്ന് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യലൊന്നുമില്ല, ഞാൻ മടിച്ച് ചെയ്താൽ അധികം യൂസ് ചെയ്യലൊന്നുമില്ല. പക്ഷേ ഇന്ന് കറണ്ട് ഇല്ലാത്ത കാരണം ഇതൊക്കെ എടുത്തതിലാണ് കേട്ടോ നമ്മളിതിങ്ങനെ കുത്തി പൊടിച്ചിട്ടാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കല്ലിലൊക്കെ കുത്തിയതൊക്കെ ഇട്ടത് കാരണമായിരിക്കാം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ബിരിയാണി കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കാം. എൻ്റെ ഉമ്മയ്ക്ക് ഇങ്ങനെ പാത്രങ്ങൾ, ഇങ്ങനെ കല്ല്, അങ്ങനത്തെ വീട്ടുപകരണങ്ങളോടൊക്കെ വല്ലാത്തൊരു ക്രേസായിരുന്നു കേട്ടോ. എൻ്റെ ഓപ്പോസിറ്റ് സ്വഭാവം കേട്ടോ. എനിക്കൊട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് വീട്ടിലത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. ഞാൻ അധികം പാത്രങ്ങളൊന്നും അധികം വാങ്ങിക്കാറില്ല. എൻ്റെ വീട്ടിൽ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് പാത്രങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ക്രേസ് എപ്പോഴും മറ്റുള്ള ഡ്രസ്സിങ് അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെയാണ്. പക്ഷേ എൻ്റെ ഉമ്മയ്ക്ക് നേരെ തിരിച്ചാണ്. വീട്ടുപകരണങ്ങൾ ഇഷ്ടം പോലെ ആയിരുന്നു. നമ്മൾ ചെമ്പിൻ്റെ പാത്രങ്ങൾ, കലങ്ങൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ചോറ് ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലോട്ട് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക. അതൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല. പിന്നെ അതൊന്നും ഇവിടെ ഇല്ല കേട്ടോ, കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ കൂടുതൽ ബിരിയാണിയിൽ യൂസ് ചെയ്യാറില്ല, വല്ല പായസത്തിലൊക്കെ ഇടുന്നതല്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രമാണ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യലുള്ളൂ. കാരണം കുട്ടികൾക്ക് അധികം ഇഷ്ടമല്ല, അവരിങ്ങനെ പെറുക്കിയെടുത്ത് കളയുക. അപ്പോൾ അതുകൊണ്ട് അത് യൂസ് ആക്കാറില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ ബിരിയാണി ദം ചെയ്ത് വെച്ചിട്ടുണ്ട്.
അങ്ങനെ ഏകദേശം ഒരു 1:30 മണിയായപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട് പണിയുടെ കാര്യം ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മളത് വീട് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ വിചാരിച്ചു വേണ്ട, വീട് പണി മുഴുവനിപ്പിക്കാമെന്ന് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു കോൺട്രാക്ടർ വിളിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കുമ്പോഴാണ് അവർ വന്നത്. അപ്പോൾ അങ്ങനെ അവരോട് സംസാരിച്ച് ആ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനുണ്ടായിരുന്നു കുറച്ച് സമയം. അങ്ങനെ പിന്നീട് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നപ്പോഴത്തേന് ഏകദേശം 3 മണിയായിട്ടോ. അവരോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അങ്ങനെ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്, പപ്പടം ഉണ്ട്, തൈരുണ്ട്. ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു പായസം കൂടി ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലാണ് നമ്മൾ വീടിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ കോൺട്രാക്ടർ വന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിർത്തിവെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് കൂട്ടുകാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണേ തോന്നിയിട്ടുണ്ട്. വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.